ഹലോ. അപ്പോൾ വീണ്ടും ഒരു ഞായറാഴ്ച വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് റെഡിയായിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും വകവെച്ചില്ല കേട്ടോ. രാവിലെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തണം എന്ന് കരുതി തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിത് എങ്ങോട്ടാണ് പോണേന്നുള്ളത്. ഫ്രണ്ട്സായിട്ട് കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവേണ്ടതാണ് ഇതെവിടെയാണെന്ന്. വേറെ എവിടെയല്ല കേട്ടോ. നമ്മൾ പൂർണ്ണത്രേശ്യൻ്റെ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. ഒന്ന് തൊഴണമെന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ മഴയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഒന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഭഗവാൻ സഹായിച്ച് നമ്മൾ അവിടെ എത്തിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തിൻ്റെ ഭംഗിയാണല്ലേ. ഫ്രണ്ട് സൈഡ് കാണുമ്പോൾ തന്നെ ഒരു കുഞ്ഞാലും ഫ്രണ്ടിൽ വലിയൊരു കൽവിളക്കൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഭയങ്കര സമാധാനമാണ് കേട്ടോ മനസ്സിന്. അങ്ങനെ ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി റെസീറ്റൊക്കെ എഴുതിച്ചു കേട്ടോ വഴിപാടിനുള്ളത്. അങ്ങനെ അകത്ത് കയറി തൊഴുകയൊക്കെ ചെയ്തു കേട്ടോ. മനസ്സ് നിറയെ പ്രാർത്ഥിച്ച് പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഉള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. എന്ത് രസമാണ്, ഒന്നും പറയാനില്ല. അത്രയും ഭംഗിയാണ്. നമ്മൾ പോയിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാതെ നമുക്ക് വരാൻ തോന്നില്ല കേട്ടോ. അത്രയും വലിയ നടുമുറ്റം, ഗോപുരം, അവിടുത്തെ തൂണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമേറിയ തൂണുകളാണ് കേട്ടോ. രണ്ടുപേരൊക്കെ കയ്യെത്തി പിടിച്ച് എത്തത്തില്ല, അത്രയും വലിപ്പമുള്ള തൂണുകളാണ് കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളവും സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ കുപ്പിയിൽ കൊണ്ടുപോകണമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ മേടിച്ചു. നമ്മുടെ ചെറുക്കൻ കുറേ നേരം അവിടെ ഓടിക്കളിച്ചു കേട്ടോ. കാരണം മുറ്റമുണ്ടല്ലോ. അതുപോലെ അവിടുത്തെ ഗോപുരത്തിൻ്റെ കൊത്തുപണികളൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു കേട്ടോ. എന്താ ഭംഗി, ഇത്ര രസമായിട്ടാണ് ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ വഴിപാടുകളൊക്കെ തുലാഭാരമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ആളുകൾ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ വഴിപാടും കഴിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ചേട്ടനെ കണ്ടു കേട്ടോ. ചേട്ടൻ്റെ പേര് സത്യത്തിൽ ഞാൻ ചോദിക്കാൻ മറന്നുപോയേ. അപ്പോൾ ചേട്ടൻ അവിടെ ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറി പോകുമ്പോൾ തന്നെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ആളവിടെ പപ്പടവും അതുപോലെ മുളക്, ഉണക്കമുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉണ്ണിയപ്പമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ അത് ഞാൻ വീഡിയോ എടുത്തോട്ടെ, ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ മോളെ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോളെ ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിത് യൂട്യൂബിലിട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് പപ്പടമൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ. പപ്പടം ഞാൻ വറുത്ത് നോക്കിയിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന നല്ല പപ്പടം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ചേട്ടനും ഒരു ഉപകാരമാവുമല്ലോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മേടിക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ നിന്ന് മേടിക്കാം കേട്ടോ. അവിടെ വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം. നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ ഇതിനകത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് വേറൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ. പക്ഷേ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഇത്തിരി ലേറ്റായിപ്പോയി. അപ്പോൾ നട അടച്ചു പോയി. പക്ഷേ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എന്ത് രസമാണ് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് പച്ചപ്പൊക്കെ നിറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപോകാൻ എത്ര സന്തോഷമാണല്ലേ. അങ്ങനെ ഞങ്ങൾ വന്ന് വീട്ടിലെത്തിയിട്ട് കുറച്ച് ഉപ്മാവിനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ഉണ്ടാക്കി കഴിക്കണുണ്ടോ. അപ്പം നമുക്ക് ഇനി അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ ബൈ.